ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. നമ്മൾക്ക് ഇന്ന് ഒരു കഥ പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. അത് വാക്യം യോഹന്നാൻ 1 വാക്യമാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രം നമുക്ക് വിമോചനമുണ്ട് എന്ന് നമുക്കറിയാം. യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മുടെ പാവങ്ങളെ നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല പാപവും പോക്കി നമ്മെ കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കുന്നു എന്നാണ് ഈ വാക്യം പറയുന്നത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം പാപികളാണ്. അപ്പോൾ പാപത്തിൻ്റെ കറ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാലും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ കർത്താവിൻ്റെ രക്തത്താൽ നമ്മുടെ സകല പാപങ്ങളും കഴുകി ശുദ്ധീകരിച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. 1 യോഹന്നാൻ 1:9 നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഒരു പ്രാവശ്യം വീട്ടിൽ വൈറ്റ് വാഷ് ചെയ്തു. അപ്പോൾ ടോമിനോട് പറഞ്ഞു പോയി വൈറ്റ് വാഷ് മേടിച്ചുകൊണ്ട് വരിക. അങ്ങനെ അവൻ നല്ല കമ്പനിയുടെ നല്ല വൈറ്റ് വാഷ് കൊണ്ടുവന്നു. വീട് മുഴുവനും നല്ല ഭംഗിയായിട്ട് വൈറ്റ് വാഷ് ചെയ്തു. വൈറ്റ് വാഷെല്ലാം കംപ്ലീറ്റ്ലി വൈറ്റ് വാഷെല്ലാം ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരിടത്ത് മാത്രം പാടുകളാണ്. ആ പാടുകളെങ്ങും പോയിട്ടില്ല. അപ്പോൾ ആ പാടുകൾ പോകാതെ ആയപ്പോൾ ആ വൈറ്റ് വാഷ് ചെയ്യിച്ച ആൾ പറഞ്ഞു, ഇവിടെ പാടുകൾ പോയിട്ടില്ല, നീ ഒരു കാര്യം ചെയ്യുക. ടോമിനോട് പറഞ്ഞു, നീ രണ്ടാമതും കൂടെ ഒന്ന് വൈറ്റ് വാഷ് ആ ഭാഗത്തൊന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ടോമിന് ആക്ച്വലി വൈറ്റ് വാഷ് ചെയ്യാൻ അവൻ പഠിക്കുന്നേ ഉള്ളൂ. അവന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ് ടോം. അപ്പോൾ അവനൊരു സംശയമായി. അവൻ വൈറ്റ് വാഷ് ചെയ്താൽ അവൻ്റെ ദേഹത്തിനേക്കാളും കൂടുതൽ, അവൻ്റെ ചുമരിനേക്കാളും കൂടുതൽ പലപ്പോഴും അവൻ്റെ ദേഹത്താണ് വൈറ്റ് വാഷ് അവൻ ചെയ്യണത്. അങ്ങനെ വൈറ്റ് വാഷ് ചെയ്യുന്ന നിലത്തും മുഴുവനും വൈറ്റ് വാഷായി. അതെല്ലാം അവൻ ക്ലീൻ ചെയ്തു. അവൻ്റെ ദേഹത്തുള്ളതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇരുന്നപ്പോഴാണ് പറയുന്നത്, ഒന്നും കൂടെ പോയി വൈറ്റ് വാഷ് ചെയ്യാൻ. അവൻ വീണ്ടും വൈറ്റ് വാഷ് മേടിച്ചുകൊണ്ട് വന്നു. രണ്ടാമതും ക്ലീൻ ചെയ്തിട്ട് അവിടെയുള്ള ഗ്രീസ്, അവിടെയുള്ള ഈ എണ്ണമയം പോലെയുള്ളത് അത് എന്ത് ചെയ്താൽ പോകുന്നില്ല. അപ്പോൾ അവനോട് പറഞ്ഞു, ഇതേ കണ്ടില്ലേ, ആ പാടുകൾ കണ്ടില്ലേ, അതെന്ത് ഇനി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ വീണ്ടും അവനെ കടയിലേക്ക് പറഞ്ഞു വിട്ടു, ഒന്നും കൂടെ നീ ചെയ്യാനായിട്ട്. അപ്പോൾ ആ കടക്കാരൻ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വൈറ്റ് വാഷ് കംപ്ലീറ്റ്ലി ചെയ്തു, 2 പ്രാവശ്യം ചെയ്തു, എന്നാൽ അവിടെയുള്ള ഈ എണ്ണമയം പോലെയുള്ള പാടുകൾ അത് പോയിട്ടില്ല, അതെന്തുകൊണ്ടാണ് പോകാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, അത് വെറുതെ വൈറ്റ് വാഷ് വെള്ള പെയിൻറ്റ് ചെയ്തുകൊണ്ട് ആ പാട് പോകത്തില്ല. ആദ്യം അത് ആ വെള്ളപ്പാട് പോകണമെങ്കിൽ വേണ്ടി അതിനുള്ള പ്രത്യേക സൈസുള്ള കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസ് കൊണ്ട് അത് തുടച്ച് അതുകൊണ്ട് വൈറ്റ് വാഷ് ചെയ്തെങ്കിൽ മാത്രമേ അതാദ്യം ആ കെമിക്കൽസ് കൊണ്ട് വൈറ്റ് വാഷ് ചെയ്ത് ആ പാടുകൾ മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നെ ആ പാടുകൾ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വേഗം അത് മേടിച്ചു കൊണ്ടുപോയിട്ട് അവൻ ആ ഭാഗങ്ങളെല്ലാം അവൻ വളരെ ഭംഗിയായിട്ട് ആദ്യം അവന് വലിയ വൈറ്റ് വാഷ് അറിയാൻ വയ്യാത്ത വ്യക്തിയായിരുന്നു. എന്നാൽ ആ കെമിക്കൽസ് തൊട്ട് കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി, ആ പാടുകളെല്ലാം മാറി. അതിന് ശേഷം അവൻ ആ റൂം നല്ല ഭംഗിയായി എന്ന് അവന് മനസ്സിലാക്കി. അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, അവനൊരു ദൈവത്തിൻ്റെ മകനായിരുന്നു. അപ്പോൾ അവൻ ആ ഉടമസ്ഥനോട് പറഞ്ഞു,
ഇത് തന്നെയാണ് ഞങ്ങളുടെ ബൈബിളിലും പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്നാ പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നമ്മളിലൊരു പാപവുമില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാം പാപികളാണ്, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരാണ്. അപ്പോൾ നാം എല്ലാ മനുഷ്യരും പാപികളാണ്. എന്നാൽ ആ പാപികൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ ബൈബിളിൽ 1 യോഹന്നാൻ 1:7 വാക്യത്തിൽ പറയുന്നതെന്ന് ടോമ് ആ ഉടമസ്ഥനോട് പറഞ്ഞു. അപ്പോൾ ആ ഉടമസ്ഥനൊരു കാര്യം മനസ്സിലായി. ഉടമസ്ഥനൊരു പാപിയാണ്. വേറൊരു കാര്യം മനസ്സിലായി, വെറുതെ എന്തെങ്കിലും കൊണ്ട് നമ്മുടെ പാപങ്ങൾ നമ്മൾ ചുമ്മാതെ ട്രൈ ചെയ്താൽ നമ്മുടെ പാപം മാറ്റത്തില്ല. ഇത് കണ്ടപ്പോൾ ഈ സംഭവം അവൻ മനസ്സിലാക്കിയപ്പോൾ ആ ഉടമസ്ഥനും കാര്യം മനസ്സിലായി. ആ ഉടമസ്ഥനും പറഞ്ഞു, ശരിയാണ് ടോമേ, യേശുവിൻ്റെ രക്തത്താൽ മാത്രമേ പാപങ്ങളെ മോചിക്കുവാനായിട്ടുള്ളത്. ഞാനും വിശ്വസിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ ആ രക്തത്താൽ എനിക്കും ഇന്ന് ശുദ്ധീകരണം ഞാൻ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമ്മുടെ വാക്യങ്ങളൊന്നും കൂടെ പഠിക്കാം. 1 യോഹന്നാൻ 1:9 വാക്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ പാപികളാണ് കർത്താവെ. ഒരു രീതിയിലും നിന്നോട് അടുത്തു വരുവാൻ അർഹതയില്ലാത്തവരായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ ലോകത്തിലേക്ക് വന്നു, ഞങ്ങളോട് കരുണ തോന്നി, ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങൾക്ക് പകരമായിട്ട് കാൽവറി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് കർത്താവ് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. അങ്ങയുടെ രക്തം സകല പാപങ്ങളും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു. അതോർത്ത് സ്തോത്രം. അങ്ങനെ വിശ്വസിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. പരീക്ഷയിൽ നിന്ന് പരീക്ഷയിൽ കടത്താതെ വണ്ണം ഞങ്ങളെ സൂക്ഷിക്കണമേ. നല്ല കുട്ടികളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെയും തെറ്റുകളെയും കുറ്റങ്ങളെയും ഒക്കെ പിതാവേ പുത്രൻ്റെ നാമത്തിൽ ക്ഷമിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.